കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ച വഖഫ് സംബന്ധമായ ഭേദഗതി ബില്ല് ശക്തമായ പ്രതിഷേധം നാടൊട്ടുക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർലമെൻറ്റിൽ തന്നെ പ്രതിപക്ഷം അതിനെ ശക്തമായി എതിർക്കുകയും പിന്നെ അത് JPCക്ക് വിടുകയുമാണ് ചെയ്തത്. കാലങ്ങളായി വഖഫ് എന്നുള്ളത് അതൊരു അവകാശമാണ്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവകാശമാണ്, ഭരണഘടനാപരമാണ് വഖഫ് സ്വത്തുകൾ. എന്നാലിപ്പോൾ നേരത്തെ തന്നെ പാർലമെൻറ്റ് വഖഫ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ശക്തമായ നിയമം ഇവിടെ നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ അതിനൊക്കെ മറികടന്നുകൊണ്ട് ദുരുദ്ദേശപരമായിട്ടുള്ള ഭേദഗതികളുമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ ശക്തമായി പ്രതിഷേധിക്കുക ഞങ്ങൾക്കുള്ള, അതായത് ഇവിടെ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന കീഴ്വഴക്കങ്ങൾ, വഖഫ് സംരക്ഷണം സംബന്ധിച്ചുള്ള കീഴ്വഴക്കങ്ങൾ, അതിപ്പോൾ ഈ ഭേദഗതിയിലൂടെ ഏകപക്ഷീയമായി വഖഫ് കയ്യേറ്റം ആരെല്ലാമാണോ ചെയ്ത് അവർക്ക് വിട്ടുകൊടുക്കുവാനുള്ള ഒരു പദ്ധതിയുടെ, നിഗൂഢമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതിനിപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിന് തന്നെ നിരക്കാത്ത രീതിയിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഈ ബില്ലുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഇവിടെ വഖഫ് സ്വത്തുക്കൾ വളരെ സത്യസന്ധമായും സുതാര്യമായും കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മുടെ വഖഫ് ബോർഡൊക്കെ കാലങ്ങളായി വളരെ സത്യസന്ധമായി പ്രവർത്തിച്ചു വരുന്ന ആ ഒരു കീഴ്വഴക്കമാണുള്ളത്. എന്നാൽ ഇതിപ്പോൾ കേരളത്തെ മാത്രം ബാധിക്കുന്നില്ല, രാജ്യത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ള നിലക്ക് തന്നെ ഇവിടെ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എപ്പോഴും മുസ്ലിം സംഘടനകൾ ഒരുമിച്ചിരിക്കുകയും കൂട്ടായി ആലോചിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നും ഇവിടെ എല്ലാ മുസ്ലിം സംഘടനകളും കൂടി ഈ കാര്യങ്ങൾ ഇവിടെ സജീവമായി ചർച്ച ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പ്രമേയം ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതോടൊപ്പം ആമുഖമായിട്ട് പറയാനുള്ളത്, വയനാട്ടിലെ നമുക്ക് വേദനിപ്പിച്ച, നമുക്ക് ഞെട്ടിച്ച ആ ദുരന്തം, അതിൽ ശക്തമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ യോഗം ആരംഭിച്ചത്. അതിൽ മരണം സംഭവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പുനരധിവാസ പ്രവർത്തനവും അത് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നടക്കുന്നുണ്ട്. സന്നദ്ധ സംഘടനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്തുണ രേഖപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ യോഗം ആരംഭിച്ചിട്ടുള്ളത് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഈ യോഗത്തിൽ ഞങ്ങളൊരു പ്രമേയം ഇവിടെ പാസ്സാക്കിയിട്ടുണ്ട്. അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് വായിക്കണം. കണ്ടൻസിനാണ് പറഞ്ഞത്, വായിക്കണം. കോപ്പി കൊടുത്താൽ പോരെ, കോപ്പി കൊടുത്താൽ മതി. ഇവിടെ കൂടിയിരിക്കുന്ന സംഘടനകൾ മതേതര കക്ഷികളുമായി യോജിച്ചെപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ കൂടി ചേരുന്ന പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളും ഇവിടെ സന്നിഹിതരാണ്. ഒരു സംഘടനയും ഒഴിവില്ല കേരളത്തിൽ പ്രവർത്തിക്കുന്നു. പൊതുവായുള്ള തീരുമാനം ഇതിന് ഈ യോഗം എടുത്തൊരു തീരുമാനം എന്നുള്ളത്, ഈ നീക്കത്തിനെതിരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നീക്കത്തിനെതിരെ രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ നിയമപരമായിട്ടും അതിനെ നേരിടുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി പ്രതിപക്ഷ നേതാക്കളുമായിട്ടൊക്കെ കൂടിക്കാണാനും തീരുമാനിച്ചിട്ടുണ്ട്. സർവകക്ഷികളൊക്കെ കൂടിക്കാണാനും എല്ലാ മൂവ്മെൻറ്റ്സും എല്ലാ മതേതര കക്ഷികളും ഒരുമിച്ചായിരുന്നു.